അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കൾ, വേദിയിലുള്ള പണ്ഡിതന്മാരെ, മാനേജ്മെൻറ്റ് അംഗങ്ങളെ, അധ്യാപകന്മാരെ, വിദ്യാർത്ഥികളെ, അപ്പോൾ അധിക നേരം സംസാരിക്കാനുള്ള സമയമില്ല. വിദ്യാർത്ഥികളൊക്കെ കാത്തു നിൽക്കുന്നത് അല്പനേരം കഴിഞ്ഞ് അവർക്ക് ലഭിക്കുന്ന അവാർഡുകൾക്കാണ്. ചെറിയ ഒരു സംസാരം മാത്രമാണ് ഇതിനിടയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. പേരൻസുകളോടാണ് എൻ്റെ സംസാരം. യഥാർത്ഥത്തിൽ വ്യത്യസ്ത മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സ്കൂളുകൾ ഇവിടെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ വിദ്യാർത്ഥികൾ, നിങ്ങളുടെ മക്കൾ, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, ചേർക്കാൻ ഉദ്ദേശിച്ചത് പീസ് ക്രിയേറ്റീവ് സ്കൂളിലേക്കാണ്. അപ്പോൾ ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നിൽ പരസ്യങ്ങളോ മറ്റോ അവകളിൽ മറ്റു സ്കൂളുകളിൽ നിങ്ങൾക്ക് ലഭിക്കാത്ത എന്തോ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഇഹപര ലക്ഷ്യം, രക്ഷ, അവകൾക്ക് ഒത്തിണങ്ങിയ ഒരു സാഹചര്യം ഇവിടെയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ചേർത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇസ്ലാമികമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നമ്മുടെ കുട്ടികൾ വളർന്നാൽ അവർ ഇഹത്തിലും പരത്തിലും നമുക്ക് ഗുണകരമാകും എന്ന് ആലോചിക്കുന്നവരാണ് നാം. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ച ഒരു സംസാരം യഥാർത്ഥത്തിൽ 1.5 മണിക്കൂറോളമുള്ള ഒരു പേരന്റിങ് ക്ലാസ് ആയിരുന്നു. എന്നാൽ ഈ ഒരു സമയമല്ല. ഇൻഷാഅല്ലാഹ് അവസരങ്ങൾ ഒത്തിണങ്ങി വന്നാൽ നമുക്കൊരു മറ്റൊരു സന്ദർഭങ്ങളിൽ അത് ഓരോന്നോരോന്നായി അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് സംസാരിക്കാം. അപ്പോൾ ഇസ്ലാമികമായുള്ള ഒരു സാഹചര്യം കൊതിക്കുന്ന നാം പ്രിൻസിപ്പിൾസ് ഓഫ് ഇസ്ലാമിക് പേരന്റിങ്, ഇസ്ലാമിക് പേരന്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമതായി ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. നമ്മെ വളരെ സ്നേഹിക്കുന്ന, നമുക്ക് ഏറ്റവും കൊതിയുള്ള നമ്മുടെ മക്കള് നമുക്ക് അള്ളാഹു നൽകിയത് പരീക്ഷണമായിട്ടാണ്. അപ്പൊ ആ കുട്ടികളെ വളർത്തുന്ന സന്ദർഭത്തിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട ഇസ്ലാമിക് പേരന്റിങ്ങിൽ ചിൽഡ്രൻസ് ആർ ബോൺ പ്യൂർ. കുട്ടികൾ ജനിച്ചു വളരുന്ന സന്ദർഭത്തിൽ കുല്ലു മൗലൂദിൻ യൂലദു അൽ ഫിത്ര, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഏതൊരു കുട്ടിയും വളർന്ന് ജനിച്ചു വരുമ്പോൾ അവകളിൽ ഒന്നും കളങ്കമില്ലാത്ത ശുഭ്രമായ രൂപത്തിലാണ് വളർന്നു വന്നത്. ആരെ കണ്ടാലും ചിരിക്കാനും സംസാരിക്കാനും ആരോടും സ്നേഹം പങ്കിടാനും ആ ഒരു രൂപത്തിലാണ് വളർന്നു വരുന്നത്. എന്നിട്ടോ പേരൻസ് ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ലീഡ് ആൻഡ് ഗൈഡ് ദെയർ ചിൽഡ്രൻ. രണ്ടാമത് ഇസ്ലാമിക് പാരന്റിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രധാനമായി ഉസ്താദുമാരെ, ആയകളെ, ടീച്ചേഴ്സ്മാരെ നിശ്ചയിച്ചെങ്കിലും യഥാർത്ഥത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഉള്ളത് അവർ നന്നായാലും അവർ ചീത്തയായാലും അത് ഉമ്മാക്ക് അല്ലെങ്കിൽ ഉപ്പാക്കാണ്. അവർ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഉമ്മയെയും ഉപ്പയെയും. അതുകൊണ്ട് ഉമ്മ ഉപ്പയാണ് അക്കാര്യത്തിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ അത്തരത്തിൽ ഉത്തരവാദിത്വമുള്ള രക്ഷിതാക്കൾ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലീഡിംഗ് ആൻഡ് ഗൈഡിംഗ് ഈസ് ഡൺ വിത്ത് കൈൻഡ്നസ് ആൻഡ് മെർസി. തങ്ങളുടെ കുട്ടികൾ ആണാവട്ടെ പെണ്ണാവട്ടെ അവരെ നയിച്ചു കൊണ്ടുപോകേണ്ടത് കുട്ടികളുടെ സോഫ്റ്റ് മൈൻഡാണ്. അതേ രൂപത്തിൽ പെട്ടെന്ന് അവർ ഒരു കാര്യം ക്യാച്ച് ചെയ്യാൻ പര്യാപ്തമാണ്. അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ ആണാവട്ടെ പെണ്ണാവട്ടെ KG തരത്തിൽ നിന്ന് അവർ സ്കൂൾ, ഹൈസ്കൂൾ അല്ലെങ്കിൽ മുകളിലുള്ള ആ ഒരു SSLC വരെയുള്ള ആ പ്രായത്തിൽ യഥാർത്ഥത്തിൽ ഏറ്റവും ദ്രുതഗതിയിൽ മനസ്സ് വളരുന്നത്, ബ്രെയിൻ വളരുന്നത് അത് 5 വയസ്സിനിടയിലാണ്. പിന്നെ അതിന്റെ ഗ്രോത്ത് പയ്യെ കുറയും. അപ്പൊ ഇതിനിടയിൽ അവരോട് സംസാരിക്കുമ്പോൾ, പെരുമാറുമ്പോൾ കൈൻഡ്നസ്, വളരെയധികം കാരുണ്യത്തോടെ, അതേ രൂപത്തിൽ ലാളിത്യത്തോടെ, വാത്സല്യത്തോടെ പെരുമാറിയാൽ മാത്രമാണ് ഉമ്മയുപ്പ പറഞ്ഞത് ഞാൻ സ്വീകരിക്കേണ്ടത്, അനുസരിക്കേണ്ടത്, ഞാൻ എന്നിൽ അഡാപ്റ്റ് ചെയ്യേണ്ടത് എന്ന് കുട്ടി കൃത്യമായി മനസ്സിലാക്കുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നാലാമതായി അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിൽഡ്രൻസ് നീഡ് ബൗണ്ടറീസ്. എൻ്റെ മകൻ, എൻ്റെ മകൾ അവർ സ്വതന്ത്രരാണ്. അവരെന്തും ചെയ്യട്ടെ, അവരുടെ തീരുമാനം അവർക്ക്, അവരെന്തും ചെയ്യട്ടെ എന്ന നിലക്ക് ഉമ്മയും ഉപ്പയും മകനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ബൗണ്ടറി നിശ്ചയിക്കാതെ പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ ബൗണ്ടറികൾ കടന്നതിന് ശേഷം പറ്റുന്ന അപകടങ്ങൾക്ക് നേരത്തെ രണ്ടാമത് പോയിന്റായി പറഞ്ഞ സമ്പൂർണ്ണ റെസ്പോൺസിബിലിറ്റി
റെസ്പോൺസിബിലിറ്റി ഉമ്മാക്കും ഉപ്പയൊപ്പമായിരിക്കും. ദുനിയാവിൽ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ നാട്ടുകാരുടെ പാഴ്വാക്കുകളോ ആണെങ്കിൽ പരലോകത്ത് മലക്കുകളും അള്ളാഹുവിന്റെ കോടതിയിലുള്ള ഹിസാബുമാണ് യഥാർത്ഥത്തിൽ അവർക്ക് രക്ഷിതാക്കൾക്ക് പണിഷ്മെന്റ് ആയി വരുന്നത് എന്നുള്ള ബോധം കൂടി നമുക്കുണ്ടാകണം. നെക്സ്റ്റ്, ചിൽഡ്രൻസ് നീഡ് റെസ്പോൺസിബിലിറ്റീസ്. ചിൽഡ്രൻ നീഡ് റെസ്പോൺസിബിലിറ്റീസ്. കുട്ടികളും അവർക്ക് എന്തുണ്ട്, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഒരു ബോധം കൊണ്ടുവരേണ്ടത് ആരാണ്? വീട്ടിൽ. ഉദാഹരണം മറ്റൊന്നും വേണ്ട, വീട്ടിൽ ഒരു ലൈറ്റ് കത്തുകയാണ്, അനാവശ്യമായി കത്തിക്കൊണ്ടിരിക്കുകയാണ്, അവ ഓഫ് ചെയ്യണം എന്ന് കുട്ടി പഠിക്കേണ്ടത് ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്നാണ്. വീട്ടിൽ സംസാരിക്കുമ്പോൾ, ഉപ്പയോട് സംസാരിക്കുമ്പോൾ ശബ്ദം കുറച്ച് മാന്യമായി സംസാരിക്കണം എന്ന് കുട്ടി ക്യാച്ച് ചെയ്യുന്നത് ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്നാണ്. കാരണം അവരുടെ മൈൻഡ് കാലിയാണ്. അതിനിടയിൽ അവർ വളർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെ എവിടെയൊക്കെ കിട്ടുമോ അവകളൊക്കെ സ്വീകരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് 1 വർഷം, 1.5 വർഷം, 2 വർഷമുള്ള കുട്ടി മീന് മുറിക്കുമ്പോൾ പോലും ഇതെന്ത് മീനാണ്, ഇതെന്തിനാ മുറിക്കുന്നത്, ഇതിലേക്ക് എന്തൊക്കെ ഇടണം, ഇതെന്ത് കണ്ണ് ചോന്നിരിക്കുന്നത്, നടന്നു പോകുമ്പോൾ ഇതെന്ത് മരാണ്, ഇതെന്ത് കാറാണ്, ഇതെന്ത് വീടാണ്, അതാരാണ്, ഈ മരം എന്താണ്, ഈ ഫ്രൂട്ട് എന്താണ് എന്ന് ചോദിക്കുന്നത് കാലി മൈൻഡാണ്. അവരുടെ ഹോർമോണുകൾ അവരെ ക്ഷണിക്കുന്നത് ഓരോന്നോരോന്നും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫില്ല് ചെയ്യുന്ന സമയത്ത് വേണ്ടാത്ത ചിന്തകൾ ഉമ്മ ഉപ്പയിൽ നിന്നുണ്ടെങ്കിൽ അതും സ്വീകരിക്കും. 5 വയസ്സുവരെ ഇടയ്ക്കുള്ള ഇത്തരം സംസാരങ്ങൾ, വാക്ക്, പ്രവൃത്തി ഉമ്മ ഉപ്പയിൽ നിന്ന് കാണുന്നത് കുട്ടിയിൽ ഫംഗ്ഷനായി രൂപപ്പെടും. ആ ഫംഗ്ഷനുകൾ പിന്നീട് അവരുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റിയായി അവർ അഡൽട്ട് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അത് പിന്നെ അവർ പ്രകടിപ്പിക്കും. ഉമ്മ എപ്രകാരം ദേഷ്യപ്പെടുന്നു, മകനും അപ്രകാരം ദേഷ്യപ്പെടും. ഉപ്പ എങ്ങനെ സംസാരിക്കുന്നുവോ മകനും അപ്രകാരം സംസാരിക്കും. ജീനിൽ വരുന്ന ചില കാര്യങ്ങളുടെ ശബ്ദം, അതേ രൂപത്തിൽ ചില പ്രത്യേകമായി വളർച്ച, നിറം, ഇതൊക്കെ ജീന് മുഖാന്തരം വരുന്നതാണ്. പുറമേയിൽ നിന്ന് സ്വീകരിക്കുന്ന ചില കാര്യങ്ങൾ മറ്റും പലതുമുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം ഈ ചെറിയ സമയത്ത് സംസാരിക്കാൻ പറ്റുന്നതല്ല. ഓരോ ഉദാഹരണങ്ങൾ രക്ഷിതാക്കൾ ഇന്ററാക്റ്റീവായിട്ട് സംസാരിച്ച് ഈ സംസാരിക്കേണ്ട ഒരു വലിയ ഒരു വിഷയമാണ്. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമുക്കൊരു ബോധമുണ്ടാവുക. മക്കൾക്ക് വേണ്ടി മിനിമം പ്രാർത്ഥിക്കണം. ഇസ്ലാമികമായ സംസ്കാരം കൊണ്ടുവരാൻ വേണ്ടി അവരോട് നാം പരിശ്രമിക്കണം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന ദുർരിയാതിനാ ഖുർറത അഅയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നെല്ലാ നിസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കുന്ന ശീലം നമുക്കുണ്ടാകണം. അപ്പോൾ ഗോഡിന്റെ ഹെൽപ്പ്, റബ്ബിന്റെ സഹായം കൂടി ഇതിൽ ഉണ്ടാകും എന്നുള്ളതിനാണ് ഈ പ്രാർത്ഥന ഉപയോഗിക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവസരം തന്ന പീസ് ക്രിയേറ്റീവ് സ്കൂളിന്റെ മാനേജ്മെന്റിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Jazakallah khairan, sir. Now I would like to call Shoaib Ustad to speak few words.